അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള പഠിതാക്കൾക്ക് സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇവിടെ പറയുന്നതും പഠിക്കുന്നതുമെല്ലാം നമ്മിൽ നിന്നൊരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയെ പറ്റിയിട്ടാണ്. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ ആ ഒരു പേര് തന്നെ, അതിന്റെ നാമം തന്നെ നമുക്കതിന്റെ പ്രാധാന്യത്തെയും അതിന്റെ മഹത്വത്തെയും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എന്തുകൊണ്ട് ഈ ഒരു പേര് വന്നു എന്നതിനിടയിൽ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടം പണ്ഡിതർ പറയുന്നു, സൂറത്തുൽ ഫാത്തിഹ, ഫത്ഹ എന്ന് പറഞ്ഞാൽ തുറക്കുന്നത്, പരിശുദ്ധ ഖുർആനിന്റെ തുറക്കൽ, അതിന്റെ തുടക്കം തുടങ്ങുന്നത്, ഉദ്ഘാടകനായിട്ട് വരുന്നത് അത് പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹക്ക് ഈ ഒരു പേര് വന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ മറ്റൊരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു, ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യർ അവരുടെ ഓരോ ദിവസങ്ങളിലും 5 വക്ത് നമസ്കാരങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നമസ്കാരത്തിന്റെ ഓരോ റക്അത്തുകളിലും അവർ പരിശുദ്ധ ഖുർആനിനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ ഖുർആൻ. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാത്ത ഒരു മനുഷ്യന് അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഇങ്ങനെ പറയുമ്പോൾ കോടാനുകോടി ജനങ്ങൾ അവരുടെ നിസ്കാരങ്ങളിലെല്ലാം ഒരു ദിവസം ഫർളായ നിസ്കാരങ്ങൾ 17 റക്അത്തുകളാണ്. ഈ റക്അത്തുകളെല്ലാം ഇതിനു പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ, ഇവിടങ്ങളിലെല്ലാം ഓരോ മനുഷ്യനും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ മനുഷ്യന്റെ നിസ്കാരം തുടങ്ങുന്നത് തന്നെ, അതിന്റെ യഥാർത്ഥ രൂപം തുടങ്ങുന്നത് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സൂക്തത്തിന് ഈ ഒരു പേര് വന്നത് എന്ന് മറ്റൊരു കൂട്ടം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അൽഹംദുലില്ലാഹ് ഉമ്മുൽ ഖുർആനി വ ഉമ്മുൽ കിതാബി വസ്സബ്ഉൽ മസാനി വൽ ഖുർആനിൽ അലീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങുന്ന പരിശുദ്ധ ഫാത്തിഹ സൂക്തം അത് ഉമ്മുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ മാതാവാണ്. വ ഉമ്മുൽ കിതാബ്, പരിശുദ്ധ ഖുർആനിന്റെ മാതാവാണ്. വസ്സബ്ഉൽ മസാനി, തുടരെ ഓതപ്പെടുന്ന ഓരോ നമസ്കാരങ്ങളിലും വീണ്ടും വീണ്ടും ഓതപ്പെടുന്ന 7 പരിശുദ്ധമായ സൂക്തങ്ങളാണ്. വൽ ഖുർആനിൽ അലീം, ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. പണ്ഡിതന്മാർ പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ അതിന്റെ ഒരു ചുരുക്ക രൂപമാണ് ഈ സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുള്ളത്. ഹദീസിൽ പറഞ്ഞതുപോലെ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ചുരുക്ക രൂപം കൂടിയാണ്. കാരണം സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധാരാളം സിഫത്തുകൾ, അവനിലുള്ള നമ്മുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കൽ, അതോടുകൂടി ഈമാനിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ കേണപേക്ഷിക്കൽ, അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഏറ്റുവാങ്ങിയ സമൂഹത്തെ പറ്റിയുള്ള സംസാരം, ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുള്ള സർവ്വവിധ കാര്യങ്ങളുടെയും ഒരു ചെറിയൊരു സംഗ്രഹ രൂപമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നൽകപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയെ ഈ ഹദീസിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഖുർആനുൽ അലീം എന്ന് തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ധാരാളം ഹദീസുകൾ വന്നതായിട്ട് കാണാം, സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി തരുന്ന. ഒരിക്കൽ അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയുണ്ടായി, നിനക്ക് ഞാൻ ഏറ്റവും നല്ല പരിശുദ്ധ ഖുർആനിലെ മഹത്വമേറിയ ഒരു സൂറത്ത് പറഞ്ഞു തരട്ടെയോ, പഠിപ്പിച്ചു തരട്ടെയോ? ബഹുമാനപ്പെട്ടവർ, ബല യാ റസൂലുള്ളാഹ്, അതേ റസൂലേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറുപടി പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ എനിക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയതും
അതാണ് എനിക്ക് നൽകപ്പെട്ട സബഉൽ മസാനിയും, അതാണ് എനിക്ക് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആനും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ ഓതുകയായിരുന്നു. ഇത്രയൊക്കെയാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയെ പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ സൂക്തങ്ങളിലേക്കും നമുക്ക് കടന്നു വരാം. ആദ്യമായി നമ്മൾ സൂറത്തുൽ ഫാത്തിഹ മൊത്തത്തിൽ ഒന്ന് പാരായണം ചെയ്യുകയാണ്. കഴിയുന്നവരെല്ലാം കൂടെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ അർത്ഥങ്ങളിലേക്കും കടന്നു വരികയാണ്. ആദ്യമായിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇത് പരിശുദ്ധ ഖുർആനിന്റെ ഭാഗമല്ല. എന്നിരുന്നാലും പരിശുദ്ധ ഖുർആനിന്റെ ഏതു ഭാഗവും ഏതു സൂറത്തും ആയത്തും പാരായണം ചെയ്യുമ്പോൾ അഊദ് കൊണ്ട് തുടങ്ങൽ സുന്നത്താണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ശൈത്താൻ എന്ന് പറയുന്ന മനുഷ്യകുലത്തിന്റെ ആജന്മ ശത്രു അത് നമ്മുടെ സർവ്വവിധ മേഖലകളിലും നമ്മുടെ ചലനങ്ങളിൽ നമ്മെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ കലാമ് നമ്മൾ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ വിധത്തിലുള്ള ഒരു ശത്രുവിൽ നിന്ന് കാവൽ തേടൽ നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഅവീദ് അഊദ് കൊണ്ട് കാര്യം തുടങ്ങൽ സുന്നത്താക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട് വരുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ പരിശുദ്ധ ഫാത്തിഹയെ പറ്റി മനസ്സിലാക്കേണ്ടത് അത് അടിമയും ഉടമയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു സംഭാഷണത്തിന്റെ, ഒരു മുനാജാത്തിന്റെ രൂപത്തിലാണ് ഈ പരിശുദ്ധ ഫാത്തിഹ സൂറത്ത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഒരു തുടക്കമായിട്ട് അടിമ ഉടയവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഈ കാര്യം, എന്റെ ഈ പറച്ചിൽ, ഈ മുനാജാത്ത് തുടങ്ങുന്നത് അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ യഥാർത്ഥ രൂപം ബി ഇസ്മില്ലാഹി എന്നുള്ളതാണ്. ബി ഇസ്മില്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. അർ റഹ്മാനിർ റഹീം, എങ്ങനത്തെ അള്ളാഹുവാണ്? റഹ്മാനും റഹീമുമായ അള്ളാഹു. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അവനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്ത കുഫാറുകളും മുശ്രിക്കീങ്ങൾക്കും മുഴുവൻ ജനങ്ങൾക്കും റഹ്മത്ത് ചെയ്യുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. റഹീം, ആഖിറ ലോകത്ത് അവനെ അനുസരിച്ചു വരുന്ന മുഅ്മിനീങ്ങളായ ജനങ്ങൾക്ക് മാത്രം നിഅമത്ത് ചെയ്യുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു ഭാഗം കൂടിയാണ്. എന്നാൽ മറ്റുള്ള സൂറത്തുകളിലൊന്നും അത് അങ്ങനെയല്ല. അത് സുന്നത്തായതുകൊണ്ട് ബിസ്മി ചൊല്ലണം എന്നുള്ളത് മാത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാ ഫഹുവ അബ്തർ. ഏതൊരു കാര്യവും, ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതൊരു കാര്യവും ഫഹുവ അബ്തർ,
അതിന്റെ നല്ല രൂപത്തിലല്ല നടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഖുർആൻ എന്ന് മാത്രമല്ല, ഏതൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും, എവിടേക്ക് പോവുകയാണെങ്കിലും വരികയാണെങ്കിലും, എന്തൊരു കർമ്മം തുടങ്ങുകയാണെങ്കിലും അത് ബിസ്മി കൊണ്ട് തുടങ്ങൽ. എന്തൊരു സംസാരം തുടങ്ങുകയാണെങ്കിൽ, യാത്ര ചെയ്യുവാൻ വേണ്ടി വാഹനത്തിൽ കയറുമ്പോൾ, വാഹനം എടുത്തു സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ എന്തു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണമെന്നുള്ള ഒരു വലിയ പാഠം കൂടി ഇതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് പരിശുദ്ധ ഫാത്തിഹ സൂറത്തിന്റെ ആദ്യത്തെ സൂക്തമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ചില ഖുർആനികൾ, ചില ഖാരിഉകൾ അങ്ങനെയല്ല, ബിസ്മി സാധാരണത്തെ പോലെ മറ്റുള്ള എല്ലാ സൂറത്തുകളിലും ഉള്ള പോലെ അത് സുന്നത്തായതുകൊണ്ട് തുടക്കത്തിൽ വന്നതാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ചില ഖാരിഇകളും അഭിപ്രായങ്ങളുമുണ്ട്. എന്നാൽ അവരും പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ 7 സൂക്തങ്ങൾ ആണ് എന്നുള്ളതാണ്. എന്നാൽ അവരുടെ രീതിയിൽ എങ്ങനെയാണ് 7 സൂക്തങ്ങൾ പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയിൽ വരുന്നത്? നമ്മുടെ ഖിറാഅത്തിനനുസരിച്ച് ബിസ്മി ഒന്നാമത്തതും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ രണ്ടാമത്തതും ഇങ്ങനെ തുടങ്ങിയിട്ടാണ് 7 സൂക്തങ്ങൾ വരുന്നത്. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ല എന്നുള്ള അവരുടെ അഭിപ്രായ പ്രകാരം അവരുടെ പക്കൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ് ആദ്യത്തെ സൂക്തമായി വരുന്നത്. അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നുള്ളിടത്താണ് അവർ അവിടെ കട്ട് ചെയ്തുകൊണ്ട് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നുള്ളതിനെ അതിനെ മാത്രം 6ാമത്തെ സൂക്തമായി കാണുന്നു. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നുള്ളതിനെ 7ാമത്തെ സൂക്തമായിട്ടും കണ്ടിട്ടാണ് അവരുടെ അടുത്ത് 7 സൂക്തങ്ങൾ പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയിൽ വരുന്നത്. അടുത്ത ആയത്തായി വരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, എല്ലാ ഹംദുകളും സ്തോത്രങ്ങളും മുഴുവൻ അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്കാണ്. റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റബ്ബ് ആരാണ്, ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, ആലമീൻ എന്ന് പറഞ്ഞാൽ മാ സിവല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാത്ത സർവ്വ കാര്യങ്ങളും അത് ആലമീൻ എന്ന് പറഞ്ഞതിൽ ഉൾക്കൊണ്ടു. അവന്റെ സൃഷ്ടികളായ മുഴുവൻ കാര്യങ്ങളും, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഗോളങ്ങളും ഭൂമികളും അടങ്ങുന്ന സർവ്വവിധ പ്രപഞ്ചത്തിന്റെ സർവ്വ കോണുകളും അതിന്റെ പുറത്തുള്ളതും എല്ലാം ഈ ആലമീൻ എന്ന് പറഞ്ഞതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആലമീൻ എന്നുള്ളതിന്റെ ആലമീന്റെ റബ്ബായ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനാണ് എന്റെ സർവസ്തുതിയും. വീണ്ടും തുടരുന്നു, അർ റഹ്മാനിർ റഹീം. എങ്ങനത്തെ അല്ലാഹുവാണ്? റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല. റഹ്മാന്റെയും റഹ്മാൻ റഹീം എന്നുള്ളതിന്റെ ഒരു യഥാർത്ഥാർത്ഥം നമ്മൾ മുമ്പേ പറഞ്ഞുപോയി, ബിസ്മിയുടെ കാര്യം പറഞ്ഞു പോയപ്പോൾ. റഹ്മാൻ, ഒരു മനുഷ്യൻ അവന്റെ ഈ ജീവിതത്തെപ്പറ്റി, ഈ ലോകത്തെപ്പറ്റി, ഈ പ്രപഞ്ചത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അവന് മനസ്സിലാകും ഈ സർവ്വവിധ പ്രപഞ്ചത്തിന് പിന്നിലും ഒരു ശക്തിയുണ്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ളത്. അതിനാണ് നമ്മൾ ഹിദായത്ത്, അതിനെ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ഹിദായത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ തിരിച്ചറിയുന്നത് അവന്റെ സർവ്വവിധ ഹംദുകളും സ്തോത്രങ്ങളും പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്. കാരണം അത്രത്തോളം നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ആ റബ്ബ് രക്ഷിതാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരു മനുഷ്യന്റെ, നമ്മുടെ മക്കളുടെ രക്ഷിതാവായി വരുമ്പോൾ നമ്മൾ എത്തരത്തിലായിരിക്കും ആ ഒരു കുട്ടിയെ നമ്മൾ കാണുന്നത്. അവന് വേണ്ട സർവ്വവിധ പരിചരണങ്ങളും നമ്മൾ അവന് വേണ്ടി നൽകും, ആ കുട്ടിക്ക് വേണ്ടി നൽകും. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് നമ്മെ പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ്.
സർവ്വവിധ നിഅമത്തുകളും നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സർവ്വ ഹംദുകളും അല്ലാഹു തആലയിലേക്കാണ് മടങ്ങുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും, നിങ്ങൾ ഈ കേൾക്കുന്ന നിമിഷവും എല്ലാം നമുക്ക് കേൾക്കാൻ കഴിയുന്നതും എനിക്ക് സംസാരിക്കാൻ കഴിയുന്നതും മുഴുവനും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അവന് ഹംദ് പറഞ്ഞാൽ തീരുകയില്ല. കാരണം പണ്ഡിതന്മാര് പറയുന്നു, തസൽസുലായി പോകും. ഒരു ഹംദ് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു ഹംദ് പറയേണ്ടി വരും, അൽഹംദുലില്ല പറയേണ്ടി വരും. എന്തുകൊണ്ട്? ആദ്യം പറഞ്ഞ ആ അൽഹംദുലില്ല എന്ന് പറയാൻ വേണ്ടി എനിക്ക് കഴിവ് തന്നവൻ, അതിനു വേണ്ടി എന്റെ നാവ് ചലിപ്പിക്കാൻ എനിക്ക് കഴിവ് തന്നവൻ അള്ളാഹുവാണ്. അതിനൊരു ഹംദ് പറയുമ്പോൾ വീണ്ടും ഹംദ് പറയേണ്ടി വരും. ഇങ്ങനെ തസൽസുലായി പോകുമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സർവ്വവിധ ഹംദുകളും ആർക്ക് നന്ദി പറഞ്ഞാലും അതിന്റെ സർവ്വവിധ ക്രെഡിറ്റുകളും അവസാനമായി ചെന്നെത്തുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്. രണ്ടാമത്തെ സൂക്തം അർ-റഹ്മാനിർ റഹീം. അതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അവനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും കരുണ ചെയ്യുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. റഹീം ആഖിറ ലോകത്ത്, അനശ്വരമായ ആഖിറ ലോകത്ത് അവനെ അനുസരിച്ച മുഅ്മിനീങ്ങൾക്ക് മാത്രം നിഅമത്ത് അനുഗ്രഹം ചൊരിയുന്ന, സ്വർഗം നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തിനാണ് ഇതിനെ ഒന്നുകൂടി വീണ്ടും ബിസ്മിയിൽ വന്നതിന് പുറമെ വീണ്ടും ഒരു പ്രാവശ്യം ഈ സൂക്തത്തിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അറേബ്യൻ ഭാഷയുടെ ഒരു വലിയ കഴിവായിട്ട് തന്നെയാണ് ഇന്നും ലോകത്ത് തിളങ്ങി നിൽക്കുന്നത്. അറബി ഭാഷയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും ഒരു ആവശ്യവും ഇല്ലാതെ അതിനെ വീണ്ടും 2 പ്രാവശ്യം കൊണ്ടുവരുന്ന ഒരു സ്വഭാവം അറേബ്യൻ ഭാഷയ്ക്കില്ല. അപ്പൊ എന്തുകൊണ്ട് റഹ്മാൻ റഹീം എന്നുള്ളതിനെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നു എന്നുള്ളതിന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സർവ്വതിന്റെയും, ഈ ലോകത്ത് കാണുന്ന എല്ലാത്തിന്റെയും ഉടമ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് എന്നത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ലോകത്ത് അവനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും, അവനെ അനുസരിക്കാതെ അവനെ നിഷേധിച്ചുകൊണ്ട് അല്ലാഹു ഇല്ല എന്ന് പറയുന്ന മതവിരോധികൾക്കും, എന്നാൽ അവനോട് കൂടെ ശിർക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ള ഇലാഹ്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കും ധാരാളം നിഅമത്തുകൾ നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഹംദിന്റെയും, എല്ലാ ഹംദുകളും ചെന്നെത്തുന്നത് സർവ്വതിന്റെയും ഉടമ റബ്ബ് അള്ളാഹുവാണ് എന്നുള്ളൊരു സൂചന ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു റഹ്മാൻ റഹീം എന്നുള്ളതിനെ 2ാമത്തെ പ്രാവശ്യം കൊണ്ടുവന്നത്. മറ്റൊരു അഭിപ്രായം, ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പോറ്റുന്നത് അവൻ നിർബന്ധിതനായതുകൊണ്ടല്ല, മറിച്ച് അതവന്റെ റഹ്മാൻ എന്ന് പറയുന്ന വലിയൊരു വിശേഷണം ഉണ്ടായത് കൊണ്ടാണ് എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ ഒരു കൊതുകിന്റെ, ഒരു ഈച്ചയുടെ ചിറകിന്റെ വില നൽകുമായിരുന്നെങ്കിൽ ഈ ഭൂമി ലോകത്ത് അവനെ സത്യനിഷേധികളായ ജനങ്ങൾക്ക് ഒരിറ്റ് വെള്ളം പോലും നൽകുമായിരുന്നില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിന് അത്രയേ സ്ഥാനം നൽകിയിട്ടുള്ളൂ. അപ്പോ ഇത്രത്തോളം നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ഈ ഭൂമി ലോകത്ത് അവനെ നിഷേധിച്ചു നടക്കുന്ന ജനങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ്. ഇതൊക്കെ അവൻ നിർബന്ധിതനായത് കൊണ്ടല്ല, മറിച്ച് അവന്റെ റഹ്മാൻ എന്ന് പറയുന്ന ഒരു അനുഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ആ മനുഷ്യർക്ക്, സമൂഹങ്ങൾക്ക് നൽകി വരുന്നത്. അടുത്ത ആയത്ത് മാലികി യൗമിദ്ദീൻ. ഒരു കൂട്ടം ഖാരിഉകൾ മലികി യൗമിദ്ദീൻ എന്നു കൂടി പാരായണം ചെയ്തിട്ടുണ്ട്. മാലിക്കിന്റെ ശേഷമുള്ള അലിഫ് ഒഴിവാക്കിക്കൊണ്ട് മലിക് യൗമിദ്ദീൻ എന്നും ഓതിയ ഖാരിഇങ്ങളുടെ ഒരു കൂട്ടമുണ്ട്. 2 തന്നെ ആയാലും അർത്ഥത്തിൽ ഒരു വ്യത്യാസം കടന്നു വരുന്നില്ല. അടുത്ത സൂക്തം
മാലിക് യൗമിദ്ദീൻ. ഒരു കൂട്ടം ഖാരിഉകൾ മലിക് യൗമിദ്ദീൻ എന്നുകൂടി പാരായണം ചെയ്തിട്ടുണ്ട്. മീമിന് ശേഷമുള്ള അലിഫിനെ ഒഴിവാക്കിക്കൊണ്ട് മലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ, ഇങ്ങനെ 2 ഖിറാഅത്തുകൾ അതിൽ കടന്നു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ലഹാഖ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ടവര് പറയുന്നു, അന്നേ ദിവസം, ആ യൗമുദ്ദീൻ എന്ന് പറയുന്ന ദിവസം അല്ലാഹുവല്ലാതെ മറ്റാർക്കും ഉടമസ്ഥാവകാശമില്ല. അവർക്ക് ഭൂമിയിൽ ഉണ്ടായിരുന്നതുപോലെ അവർ രാജാവായി വാഴുകയും അവർക്ക് കീഴിൽ ധാരാളം ജനങ്ങൾ കടന്നു വരികയും ചെയ്യുന്ന ആ ഒരു രീതി, അവർക്ക് ധാരാളം കാര്യങ്ങൾ കീഴ്പ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതി അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയില്ല. അന്നത്തെ ഉടമസ്ഥാവകാശം, അന്നത്തെ മിൽക്ക് മുഴുവൻ അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ സംശയിച്ചു പോകും, ഈ ഭൂമി ലോകത്തും സർവ്വതിന്റെയും ഉടമസ്ഥൻ അവൻ തന്നെയല്ലേ? രാജാവുണ്ടെങ്കിലും അതിന്റെയൊക്കെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയല്ലേ? പിന്നെ എന്തിനാണ് ആ യൗമുദ്ദീൻ എന്ന് പറയുന്ന ദിവസത്തിന്റെ മാലിക് എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ ചോദിച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും അവന്റെ അടിമകൾക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, അവരുടെ കീഴിൽ വരുത്തിയിട്ടുണ്ട്, അവരെ അടക്കി ഭരിക്കുന്നുണ്ട്. എന്നാൽ അന്നേ ദിവസം യൗമുദ്ദീൻ എന്ന് പറയുന്ന ആ ഒരു ദിവസം അല്ലാഹു ഒരു കാര്യത്തിന്റെയും ഒരു ഉടമസ്ഥാവകാശവും ആർക്കും കൈമാറുന്നില്ല. എല്ലാം അത് അള്ളാഹുവിന്റെ കീഴിലായിരിക്കുമെന്നുള്ള ആ ഒരു കാര്യത്തിന്റെ, ആ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യൗമുദ്ദീൻ, ദീനിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ യൗമുൽ ഹിസാബ്, പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ദിവസമാണ്. ഏതാണ് പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ദിവസം? യൗമുൽ ഖിയാമ, അന്ത്യനാളാണ്. അന്ത്യനാളിലാണ് നമ്മൾ ആഖിറ ലോകത്തേക്കുള്ള യാത്ര എല്ലാ മനുഷ്യരും ഒരുപോലെ തുടങ്ങുന്നത്. ആ ഒരു ദിവസത്തെ പറ്റിയിട്ടാണ് യൗമുദ്ദീൻ എന്ന് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു. അപ്പോ അങ്ങനെയുള്ള യൗമുൽ ഖിയാമത്തിന്റെ ആ പ്രതിഫല ദിനത്തിന്റെ മാലിക്കായ, ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് എന്റെ സർവ്വവിധ ഹംദുകളും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സൂറത്തുൽ ഫാത്തിഹയുടെ രൂപം എന്ന് പറഞ്ഞാൽ അത് ഒരു അടിമ ഉടമ സംഭാഷണം, ഒരു മുനാജാത്ത് പോലെയാണ്. അപ്പോ അള്ളാഹുവിന്റെ ധാരാളം വിശേഷണങ്ങൾ പറഞ്ഞപ്പോൾ, വിശേഷണങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് റഹ്മാനായ, റഹീമായ, മാലിക് യൗമിദ്ദീൻ ആയ അള്ളാഹുവിനാണ് എന്റെ സർവസ്തുതിയുമെന്ന് ഒരു അടിമ പറഞ്ഞപ്പോൾ, ഇങ്ങനെ എല്ലാ വസ്ഫുകളുമുള്ള, വിശേഷണങ്ങളുമുള്ള ഒരു റബ്ബിനോട്, ഒരു നാഥനോട് അവന് തന്റെ ഒരു അഭിലാഷം തുറന്നു പറയാനുള്ള അതിയായ ഒരു ആഗ്രഹം അവന്റെ ഉള്ളിൽ പൊങ്ങി വരികയാണ്. എന്റെ സർവ്വവിധ കീഴ്പ്പെടലുകളും എന്റെ ആരാധനയും അങ്ങയോടാണ്, ഈ നാഥനോടാണ് എന്ന് ആ മനുഷ്യൻ പറയാൻ വെമ്പുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് അടുത്ത സൂക്തം കടന്നു വരുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. എന്നാൽ ഇവിടെ ഇബാദത്ത് എന്നതിന് പൗരപ്രമുഖരായ മുൻകാലത്തെ മുഫസ്സിരീങ്ങൾ നൽകിയ അർത്ഥം മാറ്റി ഇഷ്ടപ്രകാരമുള്ള പല അർത്ഥങ്ങളും നൽകിയിരിക്കുകയാണ് ആധുനിക കാലത്തെ പല മുഫസ്സിരീങ്ങളും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇതിന്റെ വാക്കിന്റെ അർത്ഥങ്ങൾ മാത്രം നോക്കി പോവുകയാണെങ്കിൽ പല സംശയങ്ങളും നമുക്ക് ഉദിച്ചു വന്നേക്കാം. ഇവിടെ ഇബാദത്ത് എന്താണ്, സഹായം ചോദിക്കൽ എന്താണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബാദത്ത് എന്നതിന് പൗരപ്രമുഖരായ മുൻകാല മുഫസ്സിരീങ്ങൾ നൽകിയ അർത്ഥങ്ങൾ വെട്ടിത്തിരുത്തിക്കൊണ്ട് സ്വഇഷ്ടപ്രകാരമുള്ള പല അർത്ഥങ്ങളും നൽകിയിരിക്കുകയാണ് ആധുനിക പരിഭാഷകരിൽ ചിലർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് മനസ്സിന്റെ ഉള്ളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, മരിച്ചുപോയ, മരണപ്പെട്ടുപോയ
അള്ളാഹുവിലേക്ക് അത്രത്തോളം അടുത്തിരുന്ന ഔലിയാക്കളോട് അവരെ മുൻനിർത്തി അള്ളാഹുവിനോട് സഹായം ചോദിക്കൽ, ഈ ഔലിയാക്കളെ ഇലാഹായി കൊണ്ട് ഈ മനുഷ്യർ വിശ്വസിച്ചത് കൊണ്ടാണ് അവരെങ്ങനെ സഹായം തേടുന്നത് എന്ന് പറയൽ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ ശിർക്ക് ആരോപിക്കൽ എത്ര അബദ്ധ ജടിലമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് യാത്ര വഴിമധ്യേ വലിയ ക്ഷാമം നേരിട്ടാൽ, കഠിനമായ മഴ കൊണ്ട് വലിയ ദുരിതം നേരിട്ടാൽ സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടുമായിരുന്നു. അവർക്ക് നേരെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അവനോട് സഹായം തേടാമായിരുന്നല്ലോ. എന്നാൽ അവർ സഹായം ചോദിച്ചത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. എന്തുകൊണ്ട്? അവർക്കറിയാമായിരുന്നു ഞങ്ങൾ അള്ളാഹുവിനോട് പറയുന്നതിനേക്കാൾ അവന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നത് അത് അവന്റെ ഇഷ്ടപ്പെട്ട അഷ്റഫുൽ ഖൽഖായ റസൂൽ തങ്ങൾ പറയുന്നതാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. തുബറാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യന്റെ ചെരുപ്പിന്റെ പട്ടാറ്റു പോയാൽ വരെ അവൻ അള്ളാഹുവിനോട് സഹായം ചോദിച്ചു കൊള്ളട്ടെ. ചെരുപ്പ് കുത്തിയുടെ സഹായം ചോദിക്കേണ്ട സ്ഥലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ സഹായം തേടണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ചെരുപ്പ് കുത്തിയുടെ അടുത്ത് പോകുമ്പോഴും അതിനവനെ സഹായിക്കുന്നതും കഴിവ് നൽകുന്നതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവനിലൂടെയാണ്, ആ ചെരുപ്പ് കുത്തിയിലൂടെയാണ് അവിടെ ആ ഒരു കാര്യം നടക്കുന്നത്, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നത്. അപ്പോ സർവ്വതിന്റെയും സഹായത്തിന്റെയും അടിസ്ഥാനം അത് കടന്നു വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ മരിച്ചുപോയ ഔലിയാക്കളോട്, വഫാത്തായി പോയ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളോട് അവരുടെ അടുത്ത് ചെന്നുകൊണ്ട് നമ്മൾ സഹായാഭ്യർത്ഥന നടത്തുമ്പോൾ നമ്മൾ ഒരിക്കലും അവർ സ്വയം ഉണ്ടാകുന്ന ശക്തി കൊണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണം എന്നൊരു വിശ്വാസമല്ല നമുക്കുള്ളത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ആ ഒരു കഴിവ് കൊണ്ട്, അള്ളാഹുവിലേക്ക് അവർക്കുള്ള ആ ഒരു സാമീപ്യം കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുള്ളതാണ് നമ്മൾ അവിടെ വിശ്വസിക്കുന്നത്. അല്ലാതെ അവിടെ കിടക്കുന്ന മരണപ്പെട്ടു പോയവരോ ആരും ഇലാഹാണ് എന്നൊരു വിശ്വാസത്തോടു കൂടിയല്ല നമ്മൾ ആ കർമ്മങ്ങളൊന്നും ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശിർക്ക് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മരണപ്പെട്ടു പോയവരുടെ കാര്യം. എന്നാൽ ഈ ഭൂമി ലോകത്തേക്ക് വന്നാൽ ജീവിച്ചിരിക്കുന്നവരായ ധാരാളം കാര്യങ്ങളിൽ നമ്മൾ പരസ്പരം സഹായം തേടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഒരു രോഗം വന്നാൽ ഒരു ഡോക്ടറോട്, മറ്റു വല്ല പ്രശ്നങ്ങളും വന്നാൽ അതിന്റെ ആളുകളോട് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കും, സഹായം തേടും. അപ്പോൾ എങ്ങനെയാണ് ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്നുള്ളൊരു അതിന്റെ അർത്ഥം എങ്ങനെയാണ് ഒത്തുപോകുന്നത് എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഒരു ചെരുപ്പ് കുത്തിയുടെ ചെരുപ്പിന്റെ പട്ടാറ്റു പോകുന്ന കാര്യം. അപ്പോ ഈ സൂറത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ സൂക്തത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, സർവ്വതിന്റെയും അടിസ്ഥാനം, സഹായത്തിന്റെയും അടിസ്ഥാനം, അതിന്റെ മസ്തർ കടന്നു വരുന്നത് അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്, അവനിൽ നിന്നാണ്. അങ്ങനെയുള്ള റബ്ബിൽ നിന്നാണ് നമ്മൾ സഹായം തേടുന്നത് എന്നതാണ് ഈ ഒരു സൂക്തത്തിന്റെ തത്വമെന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അടുത്ത സൂക്തം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ ഞങ്ങളെ മുസ്തഖീമായ വഴിയിലേക്ക് വഴി നടത്തണമേ, ഹിദായത്തിലാക്കണമേ. ഇഹ്ദിന, അല്ലാഹുവേ ഞങ്ങളെ ഹിദായത്തിലാക്കണേ. ഏത് വഴിയിലേക്കാണ് ഞങ്ങളെ ഹിദായത്താക്കേണ്ടത്? ഏത് വഴിയിലേക്കാണ് ഞങ്ങളെ കൊണ്ട് നടത്തേണ്ടത്? ആ വഴിയെപ്പറ്റി പറയുകയാണ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ നേരായ വഴി. പണ്ഡിതന്മാര് ഈ സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നിടത്ത് കാണാം പല അഭിപ്രായങ്ങളും അവര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ എല്ലാം എല്ലായിടത്തും നോക്കിയാലും കിട്ടുന്ന ഒരു ഏക രൂപം എന്ന് പറഞ്ഞാൽ ഈ സിറാത്തുൽ മുസ്തഖീം എന്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുതാബഅതു ലില്ലാഹി വലിർ റസൂൽ, അല്ലാഹുവിനെയും അന്ത്യപ്രവാചകരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പിന്തുടരുക എന്നുള്ള ആ ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ
വഴിയാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ എന്നുള്ളതാണ് അടിമ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അടിമ ആ സിറാത്ത്, ആ വഴി ഏതാണ് എന്ന് ഒന്നുകൂടി വ്യക്തമായി പറയുകയാണ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മുനാജാത്തിൽ, പരസ്പര സംഭാഷണത്തിൽ സഹായം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അടിമ. അങ്ങനെ അള്ളാഹുവിനോട് പറയുകയാണ്, എന്നെ നേരായ വഴിയിലേക്ക് നടത്തണമേ. എങ്ങനെയുള്ള നേരായ വഴിയാണ്? അതാണ് ഇനി പറയുന്നത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹങ്ങൾ വർഷിച്ച, നീ ധാരാളം നിഅമത്തുകൾ നൽകിയ സജ്ജനങ്ങളായ ജനങ്ങളുടെ വഴി, അല്ലാതെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, നിന്റെ കോപത്തിന് ഇരയായവരുടെയോ സന്മാർഗത്തിൽ നിന്ന് പിഴച്ചു പോയവരുടെയോ മാർഗമല്ല ആ സിറാത്തുൽ മുസ്തഖീം. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, ആരാണ് അള്ളാഹുവിന്റെ നിഅമത്തിന് വിധേയരായവർ എന്നതിനെപ്പറ്റി പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവർ അംബിയാക്കളാണ്, സുദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. അപ്പോൾ അവരുടെ മാർഗത്തിൽ ഞങ്ങളെയും ചേർത്തണമേ എന്നുള്ളതാണ് അള്ളാഹുവിനോട് ഇവിടെ അടിമ ആവശ്യപ്പെടുന്നത്. അല്ലാതെ ആരുടെ മാർഗത്തിലല്ല, അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായി പോയ സമൂഹത്തിന്റെ മാർഗത്തിലല്ല. ളഹാഖ് തങ്ങൾ തൊട്ട് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നുള്ള ആയത്തിനെ പറ്റി ചോദിക്കുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, ഹുമുൽ യഹൂദ്, അവർ ജൂത സമുദായമാണ്. വലദ്ദാല്ലീൻ, വലദ്ദാല്ലീൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ പറ്റി ഞങ്ങൾ ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, വഹുമുൻ നസ്വാറ, അവർ ക്രിസ്ത്യൻ സമുദായമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായ സമൂഹം അവർ ജൂത സമുദായമാണ്. അള്ളാഹു ധാരാളം നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നൽകിയെങ്കിലും അതൊന്നും വകവെക്കാതെ, അതിനൊന്നും വില കൽപ്പിക്കാതെ സന്മാർഗത്തിൽ നിന്ന് ഓടിയൊളിച്ചു പോയൊരു സമുദായമായിരുന്നു ജൂത സമൂഹം. അവർ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയാവുകയും പലവിധ പരീക്ഷണങ്ങൾ കൊണ്ട്, ശിക്ഷകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് ചരിത്രം. രണ്ടാമത്തേത് ക്രിസ്ത്യൻ സമുദായമാണ്. അവർ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നുള്ളത് ഒരു പ്രവാചകനാണെന്ന് തിരിച്ചറിയുകയും എന്നാൽ അതോടൊപ്പം പ്രവാചകനെ അള്ളാഹുവിനോടുകൂടെ ഒരു ഇലാഹായി കണ്ടുകൊണ്ട് സത്യം അറിഞ്ഞിട്ടും അതിൽ നിന്ന് പിന്മാറി നടന്നൊരു സമുദായമായതുകൊണ്ട് വഴിതെറ്റിയ സമുദായമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവരെ വിശേഷിപ്പിക്കുന്നത്. അപ്പോ ഈ രണ്ടു സമുദായങ്ങളിലും ഇവരുടെ രണ്ടുപേരുടെയും മാർഗത്തിലുമല്ല, മറിച്ച് നീ നിഅമത്ത് ചെയ്ത, നീ അനുഗ്രഹം ചൊരിഞ്ഞ അംബിയാക്കളുടെയും ശുഹദാ സ്വാലിഹീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും മാർഗമാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് അടിമ ആവശ്യപ്പെടുകയാണ്. നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഓരോ ദിവസവും മനുഷ്യൻ ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ തുടർന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ ഹിദായത്തിലാക്കണേ. എന്തിനാണ് എല്ലാ സമയവും ഇതിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? നമുക്കും ഒരു സംശയം ഉണ്ടാവും, നമ്മൾ നിലവിൽ ഹിദായത്തിലല്ലേ, നമ്മൾ നിലവിൽ മുഅ്മിനീങ്ങളല്ലേ എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് നമുക്ക് കടന്നു വരും. ചില അമുസ്ലിംകളായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുത്തുന്നുണ്ട്, മുസ്ലിമീങ്ങൾക്ക് അവർ നല്ല മുഅ്മിനീങ്ങളാണ് എന്നുള്ള വിശ്വാസം പോലും ഇല്ല, അതുകൊണ്ടാണ് അവർ അവരുടെ എല്ലാ പ്രാർത്ഥനകളിലും നമസ്കാരങ്ങളിലും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് തുടരെ തുടരെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പല
അമുസ്ലിംകളായ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇത് ഏതു സമയവും നമ്മിൽ നിന്ന് എടുക്കപ്പെടാം. അപ്പോ ആ ഹിദായത്തിലായിട്ട്, അവന്റെ സന്മാർഗത്തിലായിട്ട് ജീവിതാവസാനം വരെ, അന്ത്യശ്വാസം വരെ ജീവിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. അത് അവന്റെ പക്കൽ നിന്ന് ഇരന്ന് ചോദിച്ച് കരസ്ഥമാക്കൽ, ആ ഒരു പ്രക്രിയയാണ് സർവ നമസ്കാരങ്ങളിലും ഓരോ അടിമയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി നമ്മൾ പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയിലെ 7 സൂക്തങ്ങളെയും ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. അവസാനമായി മറ്റുള്ള സൂറത്തുകളിൽ നിന്ന് വ്യതിരിക്തമായി നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനം ആമീൻ എന്നൊരു വാചകം കൂടി നമ്മൾ ചേർക്കാറുണ്ട്. ഒരിക്കലും ഇത് പരിശുദ്ധ ഖുർആനിന്റെ ഭാഗമല്ല എന്നതുകൊണ്ട് തന്നെ ഖുർആനിന്റെ സൂക്തങ്ങൾ എഴുതുമ്പോൾ അവിടെ ഇത് എഴുതിയതായി കാണാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അത് ധാരാളം ദുആകൾ അടങ്ങിയ, അതിന്റെ അവസാന ഭാഗങ്ങൾ നമ്മൾ വിവരിച്ചു. ധാരാളം ദുആകളാണ് അവിടെ കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പ്രാർത്ഥന നടത്തിയാൽ ഞങ്ങളുടെ ദുആഇനെ, പ്രാർത്ഥനയെ സ്വീകരിക്കണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയും. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ അവിടെ ആമീൻ എന്ന് പറയുന്നത്. ഇത് തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് കൂടിയാണ്. കാരണം അവിടുത്തെ ഒരു ഹദീസിൽ കാണാം, ഒരു ഇമാം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വറദ്ദാലീൻ എന്ന് പാരായണം ചെയ്തതിനു ശേഷം ആമീൻ എന്ന് പറഞ്ഞാൽ തുവാഫിഖു ആമീൻ അഹ്ലിൽ അർളി, ഈ ഭൂമി ലോകത്തെ ആളുകളുടെ ആമീൻ അത് യോജിച്ചു വരുന്നതാണ്. ആമീൻ അഹ്ലസ് സമായി, ആകാശലോകത്തുള്ള മലായിക്കത്തിന്റെ ആമീൻ എന്ന് പറച്ചിലിനോട് അത് യോജിച്ചു വരുന്നതാണ് എന്ന് അസ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോ അതും നല്ലൊരു ചര്യയാണ്, നമ്മൾ നിലനിർത്തേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.